2026 T20 ലോകകപ്പ് ടീം പ്രഖ്യാപനം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചെങ്കിലും അതിലും വലിയ ഞെട്ടലുകളാണ് BCCIയുടെ അടച്ചിട്ട മുറികൾക്കുള്ളിൽ സംഭവിച്ചത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ടീമിന്റെ ഉപനായകനും ഭാവി ക്യാപ്റ്റനുമായി വാഴ്ത്തപ്പെട്ട ശുഭ്മാൻ ഗില്ലിനെ ലോകകപ്പ് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത് അത്ര എളുപ്പമായിരുന്നില്ല. ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും ഗില്ലിനെ ടീമിൽ നിലനിർത്താൻ അവസാന നിമിഷം വരെ പൊരുതിയിരുന്നു. എന്നാൽ സെലക്ഷൻ കമ്മിറ്റിയിലെ പുതിയ അംഗങ്ങളുടെ കർശനമായ നിലപാടുകൾക്ക് മുന്നിൽ ഇരുവരും പരാജയപ്പെടുകയായിരുന്നു. പ്രമുഖ മാധ്യമപ്രവർത്തകൻ രാജീവ് മിശ്ര തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ അധികാര സമവാക്യങ്ങൾ മാറുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. സാധാരണഗതിയിൽ ഇന്ത്യൻ ടീം സെലക്ഷനിൽ കോച്ചിന്റെയും ക്യാപ്റ്റന്റെയും പിന്നെ ചീഫ് സെലക്ടറുടെയും വാക്കുകൾക്കാണ് മുൻഗണന ലഭിക്കാറുള്ളത്. ഗൗതം ഗംഭീർ എന്ന ശക്തനായ പരിശീലകനും അജിത് അഗാർക്കർ എന്ന ചീഫ് സെലക്ടറും ശുഭ്മാൻ ഗില്ലിനായി കൈകോർത്തപ്പോൾ ഗിൽ ടീമിലുണ്ടാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് രാജീവ് മിശ്ര പറയുന്നത് പ്രകാരം ഗില്ലിനെ ടീമിൽ നിലനിർത്താൻ അഗാർക്കർ ശക്തമായി വാദിച്ചിരുന്നു. മോശം ഫോമിലാണെങ്കിലും വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിലും ഭാവി താരം എന്ന നിലയിലും ഗില്ലിന് ഒരവസരം കൂടി നൽകണമെന്നായിരുന്നു ഗംഭീറിന്റെയും അഗാർക്കറുടെയും ആവശ്യം. എന്നാൽ ഈ നീക്കത്തിന് തടയിട്ടത് സെലക്ഷൻ കമ്മിറ്റിയിലെ പുതുമുഖങ്ങളായ മുൻ താരങ്ങളായ പ്രഗ്യാൻ ഓജയും RP സിംഗുമാണ്. 5 അംഗ സെലക്ഷൻ കമ്മിറ്റിയിൽ ഗില്ലിന്റെ കാര്യത്തിൽ വലിയ ഭിന്നതയാണ് ഉണ്ടായത്. പ്രഗ്യാൻ ഓജയും RP സിംഗും ഗില്ലിനെ T20 ലോകകപ്പ് ടീമിലെടുക്കുന്നതിനെ ശക്തമായി എതിർത്തു. കണക്കുകൾ നിരത്തിയായിരുന്നു അവരുടെ വാദം. ഈ വർഷം T20യിൽ ഒരർദ്ധ സെഞ്ചുറി പോലും നേടാത്ത 120-ൽ താഴെ മാത്രം സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു ഓപ്പണറെ ലോകകപ്പ് പോലൊരു വേദിയിൽ വൈസ് ക്യാപ്റ്റനായി കൊണ്ടുപോകുന്നത് ടീമിന് ബാധ്യതയാകുമെന്ന് അവർ തുറന്നടിച്ചു. ഇവിടെയാണ് ഭൂരിപക്ഷ വോട്ട് നിർണായകമായത്. ഓജയ്ക്കും RP സിംഗിനുമൊപ്പം മറ്റൊരു സെലക്ടർ കൂടി ഗില്ലിനെ ഒഴിവാക്കണമെന്ന നിലപാടിനൊപ്പം നിന്നു. ഇതോടെ 5 അംഗ കമ്മിറ്റിയിൽ ഗില്ലിനെ എതിർക്കുന്നവർ 3ഉം അനുകൂലിക്കുന്നവർ 2 പേരുമായി മാറി. ജനാധിപത്യപരമായ ഈ തീരുമാനത്തിന് മുന്നിൽ ചീഫ് സെലക്ടർക്കും കോച്ചിനും വഴങ്ങേണ്ടി വന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ. സെലക്ഷൻ മീറ്റിംഗിന് മുമ്പ് തന്നെ ഗില്ലിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഓജയും RP സിംഗും തീരുമാനിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ടാണ് ഗില്ലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം അഗാർക്കറിനെ മുൻകൂട്ടി താരത്തെ അറിയിക്കാൻ സാധിക്കാതിരുന്നത്. സാധാരണ വൈസ് ക്യാപ്റ്റനെ മാറ്റുമ്പോൾ ചീഫ് സെലക്ടർ നേരത്തെ സൂചന നൽകാറുണ്ട്. എന്നാൽ ഇത്തവണ മീറ്റിംഗിൽ വെച്ച് അപ്രതീക്ഷിതമായ എതിർപ്പ് ഉയർന്നപ്പോൾ അഗാർക്കർ പോലും നിസ്സഹായനായി പോയി. ഏഷ്യ കപ്പ് മുതൽ തുടങ്ങിയ അനീതി. ഗില്ലിനെ ഒഴിവാക്കാൻ സെലക്ടർമാർ ചൂണ്ടിക്കാട്ടിയ പ്രധാന കാരണം സഞ്ജു സാംസണോട് കാണിക്കുന്ന അനീതിയായിരുന്നു. ഏഷ്യ കപ്പ് മുതൽ ഇന്ത്യ T20 ടീമിൽ വൈസ് ക്യാപ്റ്റനായി ഗിൽ തിരിച്ചെത്തിയതോടെയാണ് സഞ്ജു സാംസൺ എന്ന ഓപ്പണർക്ക് സ്ഥാനം നഷ്ടമായത്. അതുവരെ മികച്ച ഫോമിൽ കളിച്ചിരുന്ന സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റുകയും പിന്നീട് പ്ലേയിങ് 11-ൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഗില്ലാകട്ടെ ഓപ്പണർ റോളിൽ ലഭിച്ച തുടർച്ചയായ അവസരങ്ങൾ പാഴാക്കി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ 3 മത്സരങ്ങളിലും ഗിൽ നിരാശപ്പെടുത്തി. എന്നാൽ 4ാം മത്സരത്തിൽ പരിക്കുമൂലം ഗിൽ മാറി നിന്നപ്പോൾ പകരം വന്ന സഞ്ജു സാംസൺ ലഭിച്ച അവസരം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. സഞ്ജുവിന്റെ ആ 37 റൺസ്. ഗില്ലിന്റെ ചീട്ടിക്കേറിയ ഇന്നിംഗ്സ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ മത്സരം മഞ്ഞുവീഴ്ച മൂലം ഉപേക്ഷിച്ചെങ്കിലും കളിച്ച മത്സരത്തിൽ സഞ്ജു നടത്തിയ പ്രകടനമാണ് സെലക്ടർമാരായ ഓജയ്ക്കും RP സിംഗിനും കരുത്തായത്. 22 പന്തിൽ 37 റൺസടിച്ച സഞ്ജുവിന്റെ ഇന്നിംഗ്സ് ആധുനിക T20ക്ക് ചേർന്നതായിരുന്നു. ഓപ്പണറായി ഇതിനോടകം 3 സെഞ്ചുറികൾ നേടിയിട്ടുള്ള സഞ്ജുവിനെ പുറത്തിരുത്തി ഫോമിലല്ലാത്ത ഗില്ലിനെ കളിപ്പിക്കുന്നത് നീതിയല്ലെന്ന് 3 സെലക്ടർമാർ ഒറ്റക്കെട്ടായി വാദിച്ചു. സഞ്ജുവിനെ ടീമിലെടുക്കുക മാത്രമല്ല അദ്ദേഹത്തെ തന്നെ പ്രധാന വിക്കറ്റ് കീപ്പറും ഓപ്പണറുമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതോടെയാണ് ഇഷാൻ കിഷൻ ബാക്കപ്പ് ഓപ്പണറായി വരികയും ഗിൽ പൂർണ്ണമായും പുറത്താവുകയും ചെയ്തത്. ഗൗതം ഗംഭീറിന് തിരിച്ചടി. ഈ സംഭവം ഗൗതം ഗംഭീർ എന്ന പരിശീലകന് ലഭിച്ച ആദ്യത്തെ വലിയ തിരിച്ചടിയാണ്. താൻ ആഗ്രഹിച്ച ടീമിനെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ പോയത് ഗംഭീറിന്റെ അധികാരത്തിന് കിട്ടിയ പ്രഹരമാണ്. ഒപ്പം ടീം സെലക്ഷനിൽ ഇനി പേരുകൾക്കല്ല പ്രകടനത്തിനാണ് വിലയെന്ന് പുതിയ സെലക്ടർമാർ തെളിയിച്ചിരിക്കുന്നു. ശുഭ്മാൻ ഗില്ലിന്റെ പുറത്താക്കൽ വെറുമൊരു സെലക്ഷൻ തീരുമാനമല്ല, അത് ഇന്ത്യൻ ക്രിക്കറ്റിലെ മാറുന്ന ചിന്താഗതിയുടെ പ്രതിഫലനമാണ്. പ്രഗ്യാൻ ഓജയെയും RP സിംഗിനെയും പോലുള്ള യുവ സെലക്ടർമാർ കാണിച്ച തന്റേടം ഇന്ത്യൻ ക്രിക്കറ്റിന് ഗുണകരമാകുമെന്നതിൽ സംശയമില്ല. അർഹതയുള്ളവർക്ക് അവസരം ലഭിക്കണമെന്ന നിർബന്ധ ബുദ്ധിയാണ് സഞ്ജു സാംസണിന് ലോകകപ്പ് ടീമിലേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തത്. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഠമാണ്. പ്രതിഭയുണ്ടായാൽ മാത്രം പോരാ, അത് കളിക്കളത്തിൽ തെളിയിക്കുകയും വേണം.